ഇതിൽ ഞങ്ങൾ പ്രസ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് മാറും. ഇത് കഴിക്കുന്നതിനുള്ള ഗുണം എന്താണ്? ഇപ്പൊ തനിക്ക് ഒറ്റയടിക്ക് ഒരു 756 പഴം കഴിക്കാൻ പറ്റും. ഒരു 516 ആപ്പിളോ. പക്ഷേ ഇത് കുടിച്ചാൽ ഇത്രയും പഴത്തിന്റെ ആന്റി ഓക്സിഡന്റ് ഈ ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കിട്ടും. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇതിനുള്ളിൽ ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന എക്സ്ട്രാ ഹൈഡ്രജൻ ആന്റി ഓക്സിഡൻസിനെ പോലെ ആക്ട് ചെയ്യും, അല്ലാതെ ഫ്രൂട്ട്സിലെ പോലുള്ള ആന്റി ഓക്സിഡൻസ് ഇല്ല. അതുപോലെ 516 ആപ്പിളിന്റെ 756 ബനാനയുടെ ഒക്കെ ആന്റി ഓക്സിഡൻസ് ഇതിൽ ഒരുപാട് ഹൈ ആണ്. സപ്പോസ് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ക്ഷീണമേ അറിയത്തില്ല. ഇത് വെച്ചൊരു മീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ടെമ്പററി ബൂസ്റ്റ് ചെയ്യും, അല്ലാതെ എനർജിക്ക് വേണ്ടി കാലറീസോ മാക്രോസോ ഒന്നുമില്ല. 1000-ലധികം ppb പാർട്ടിക്കൽ പെർ ബില്യൺ എന്ന അളവിൽ ഹൈഡ്രജൻ ബോഡി കയറിയിട്ട് ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഫുള്ള് നശിപ്പിച്ചു. ഹൈഡ്രജൻ വാട്ടർ ചിലപ്പോൾ കുറച്ച് ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുമായിരിക്കും, അല്ലാതെ ഒരു ആന്റി ഓക്സിഡൻസിനും ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ റാഡിക്കൽസിനെ കളയാൻ കഴിയത്തില്ല. കാരണം അത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ്. പൊല്യൂഷൻ, സ്മോക്കിങ്, അതുപോലെ റേഡിയേഷൻ ഇതൊക്കെ മൂലം ഉണ്ടാവുന്നതാണ്. ഹൈഡ്രജൻ വാട്ടറിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, അല്ലാതെ 170 ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്യൂർ ചെയ്യുന്നുള്ള സയന്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ സ്റ്റഡിയൊക്കെ നടന്നത് പണ്ട് ജപ്പാനിലാണ്, ഒറിജിൻ ജപ്പാനിലാണ്. ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇതുവരെ സേഫ് ആണ്. ഇതിനെപ്പറ്റി ഇനി അറിഞ്ഞാലേ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും.